ഹായ് ഹലോ, മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നമുക്കായിട്ടുള്ളത് എന്താണ് എന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം. എന്നത്തെയും പോലെ തന്നെ നമ്മൾ 11 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 11 കാർഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട്. 13, 8, 7, അതുപോലെ 3, 9, 6 റിപ്പീറ്റ് ആവുന്നുണ്ട്, 4 വരുന്നുണ്ട്. സോഡിയാക് സൈൻ എന്ന് പറയുമ്പോൾ ടോറസ് വരുന്നുണ്ട്, ജെമിനി, വെർഗോ, ക്യാൻസർ, പൈസസ്, ഏരീസ്, ലിയോ റിപ്പീറ്റ് ആവുന്നുണ്ട്, പൈസസ് റിപ്പീറ്റ് ആവുന്നുണ്ട്, സ്കോർപിയോ. ഓക്കെ, അപ്പോൾ ഇത്തരം സോഡിയാക് സൈനുകളിലുള്ളവരായിരിക്കാം കൂടുതലും ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത് ഹെൽത്ത് വൈസ് ആവാം, റിലേഷൻഷിപ്പിലാവാം, കരിയർ ആവാം, മണി മാറ്റർ ആവാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ റുട്ടീനിൽ എന്തൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നത്, അപ്പം അതനുസരിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റും എന്നെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ കാർഡ് വെച്ചിട്ട് ഇന്നത്തെ എനർജിയായിട്ട് നിങ്ങൾക്ക് ചേർത്ത് നോക്കാവുന്നതാണ്. ഇന്ന് ഏതൊരു തരത്തിലാണെങ്കിലും ചിലപ്പോൾ കൂടുതലും ബന്ധങ്ങളിലാവാം, റിലേഷൻഷിപ്പിലാവാം, ഒരു എൻഡിങ്സ് ചിലപ്പോൾ ഉണ്ടാവാം, ഒരു അവസാനം. അത് ഏത് തരത്തിലാവാം. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഒരു മണി മാറ്ററിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു പണം, അല്ലെങ്കിൽ നിങ്ങളൊരു കടബാധ്യത തീർക്കുന്നത്, ഒരു അവസാനം, അതുപോലെ തന്നെ പുതിയ ഒരു തുടക്കം. ഓക്കെ, ഒരു ചേഞ്ച്. ഇതുവരെയുള്ള നിങ്ങളുടെ ഇത്രയും ദിവസത്തെ റുട്ടീൻ എന്തായിരുന്നോ അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് ഇന്നത്തെ ദിവസം, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം അവസാനിക്കുന്നു, ഒരു സൈക്കിൾ അവസാനിക്കുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആവാം, റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒരു കാലഘട്ടം അവസാനിച്ച് പുതിയൊരു കാര്യം തുടങ്ങുന്നു. അത് ജോലിയിലാകാം, അല്ലെങ്കിൽ പ്രോജക്റ്റിലാകാം. ഒരു സംഭവം കഴിഞ്ഞ് പുതിയൊരു ഇതിലോട്ട് പോകുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇതിൽ. മൊത്തത്തിലൊരു ചേഞ്ച്, അടിമുടി ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാകാം. വസ്ത്രധാരണത്തിലാകാം, എന്തൊരു കാര്യത്തിലാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന ദുശീലങ്ങളാകാം, ചിലപ്പോൾ അതെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കം, ഒരു സ്റ്റാർട്ട്, അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ടാകാം. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്റ്റഡ് ആയിട്ടുള്ള
ഏതെങ്കിലും വ്യക്തികളെ പരിചയപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം വ്യക്തികളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടാകാം. ഒരു കണക്ഷൻ വരുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട്. ഓൾറെഡി നിങ്ങൾ അറിയുന്ന ആളായിരിക്കാം, ചിലപ്പോൾ പുതിയ വ്യക്തികളായിരിക്കാം. അങ്ങനെ അത്തരത്തിലുള്ളൊരു കണക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ പാസ്റ്റ് ലൈഫിൽ മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ഒരു കാമുകനോ കാമുകിയോ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു പ്രണയത്തിലായിരുന്നിട്ടുണ്ടാകാം. സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ നിങ്ങളെ ആ ഒരു പ്രണയത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടുണ്ടാകില്ല. അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് നിങ്ങളെ കണ്ടുമുട്ടുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലവർ ആകാം. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെന്റ്, അത്തരം ഒരു സാഹചര്യം കാര്യങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാവാം. ഒരു വിഡ്രോവല്, ഒരു അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പിന്നോട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നടന്നു നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അതാണ് നേരത്തെ പറഞ്ഞ പോലെ എൻഡിങ് ബിഗിനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പട്ടി കാലത്ത് തന്നെ നല്ല ഒച്ച എടുക്കുന്നുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട. അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ ഇതിൽ നിന്ന് മാറി നീങ്ങി നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മാറി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം, എസ്കേപ്പ് ആവുന്നുണ്ടാകാം പല കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജോലികളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മറ്റ് വർക്കിലെ സാഹചര്യങ്ങളായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി ഒന്ന് ബാലൻസ്ഡ് ആവുന്നുണ്ട്, എല്ലാ തരത്തിലും ഒന്ന് ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു എമ്പതി, ഒരു കൺട്രോള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. തീർത്തും ഇന്ന് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലോട്ടും, എത്ര സാഹസികമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അതിലോട്ടൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ കുഴങ്ങിക്കിടന്ന പല കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലുണ്ടെങ്കിൽ അതിനൊക്കെ ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ആക്ഷൻ എടുത്തു വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അത് എത്ര സാഹസികമാണെങ്കിലും അതിന് നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഒരു ഭയവും ഇല്ലാതെ അതിലോട്ട് നിങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങുന്നുണ്ട്. ഓക്കെ, അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കാം. കൊടുക്കൽ വാങ്ങലുകൾ, അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ, ഈ പറയുന്നവർക്കൊക്കെ ലിയോ സോഡിയക് സൈനിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ആത്മവിശ്വാസം തകർന്ന ഒരു അവസ്ഥയായിരിക്കാം. പൂർണ്ണമായിട്ട് ഒന്നിലും ഒരു ആത്മവിശ്വാസവും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എന്തിനെ ഓവർകം ചെയ്യാൻ നോക്കാം. നമ്മൾ ചെയ്യേണ്ടുന്ന പണികൾ നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അതിലോട്ട് നല്ല രീതിയിൽ ഉഴപ്പാതിരിക്കുക. ഓക്കെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നമ്മളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ ദിവസം നിങ്ങളെ നല്ല രീതിയിൽ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകാം, കോൺഫിഡൻ്റ് ആകുന്നുണ്ടാകാം. അപ്പൊ ഈ കയറ്റിറക്കങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ, തീരെ ഒട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്ന പോലെ തോന്നാം. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സെൽഫ് കോൺഫിഡൻ്റ് ആകാം. ഓക്കെ, എനിക്കിതും കടന്നു പോകണം, അല്ലെങ്കിൽ ഇതിനെ ഓവർടേക്ക് ചെയ്ത് പോകണം, ഓവർകം ചെയ്തു പോകണം എന്നൊരു ഐഡിയയിൽ വേണം വർക്ക് ചെയ്യാൻ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറെ കുശുമ്പ്, അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം, ജലസി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. മാത്രമല്ല റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സോണാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്കായിരിക്കാം. ജോബോ അങ്ങനെ വേറെ എന്താണെങ്കിലും അതിനെല്ലാം വിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക്, സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഹെവി പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ മദ്യം, അങ്ങനെ എന്തും ആവാം, ഡ്രഗ്, അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ കാര്യങ്ങൾ. ഇന്ന് ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം നിങ്ങളുടെ ആഘോഷങ്ങൾ. നിങ്ങളെ പറ്റി മറ്റു വ്യക്തികൾ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ ഉള്ള കാരണം ഒരു സാധ്യതയുണ്ട്. ക്രൗഡിനിടയിൽ നിങ്ങളൊരു ചർച്ചാ വിഷയമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നല്ലതും ആവാം, ചീത്തയാവാം. റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലതായിരിക്കില്ല എന്താണെങ്കിലും ഗോസിപ്പ് എന്ന് പറയുമ്പോൾ.
മാത്രമല്ല ഇന്ന് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായിരിക്കും, ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പല കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ടാകാം. എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാം. ഓക്കെ, പൂർണ്ണമായിട്ടും എല്ലാത്തിൽ നിന്നും വേർതിരിഞ്ഞ് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മൊത്തം എല്ലാത്തിൽ നിന്നും അവസാനിപ്പിച്ച് ഓടി ഒളിക്കലുകൾ, അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. നല്ലൊരു ഡിസ്റ്റൻസിലോട്ട് നിങ്ങൾ നീങ്ങി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം, മറ്റുള്ളവരുടെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ. ഓക്കെ, പിന്നെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഒരു പ്രണയം വരാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗിനിങ് ആകാം, എൻഡിങ് ആകാം, എന്തും ആകാം. ചിലപ്പോൾ ഒരു പ്രണയം അവസാനിച്ച് പുതിയൊരു പ്രണയം വരുന്നതായിരിക്കാം. ഒരു ലവ്, ഒരു ഹാർമണി, എല്ലാ തരത്തിലും ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉള്ള സ്ട്രെങ്ത്തും ഉള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു പങ്കാളിത്തം, ഒരു യൂണിയനിലേക്ക് ഒരു കൂടിച്ചേരല് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. ഒരു അലൈൻമെന്റിലോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ എന്താണോ, ആ ഡിസയർ എന്താണോ അത് സാധിക്കുന്നുണ്ട്. മെന്റലി, സെക്ഷലി ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് നിങ്ങൾക്കൊരു വല്ലാത്തൊരു ബോണ്ടിങ് വരുന്നുണ്ട്. ആഴത്തിലുള്ള ഒരു പ്രണയം എന്താണ് എന്ന് നിങ്ങളെ ഇന്നത്തെ ദിവസം തിരിച്ചറിയുന്നുണ്ടാകാം. ഓക്കെ, പിന്നെ മാത്രമല്ല പണത്തിന്റെ കാര്യത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ, സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ, ഷെയറിങ്, അത്തരം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വെൽത്ത് ആയിരിക്കാം. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പറയുന്നത് അധികാരവും ആധിപത്യവും നിങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ വരുന്നുണ്ടാകാം. ഒരു ഡിസിപ്ലിൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ പറയാം. പരുക്കനായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ ഉടനീളം നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് മറ്റുള്ളവർ ഭരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലോ എവിടെയെങ്കിലോ താഴെയുള്ള തൊഴിലാളികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ചുമതലകളും നിങ്ങളിൽ വരുന്ന ഒരവസ്ഥ. നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ. അധികാരവും ആധിപത്യവും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരവസ്ഥ. ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത്, ഇത് റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്, ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ രാജാവിന്റെ എനർജി പോലെ അധോഗതിയായി പോകരുത്. നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രാപ്തി വേണം. ഓക്കെ, അപ്പൊ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക, പോസിറ്റീവായിട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഒട്ടും നെഗറ്റീവ് ആവാതിരിക്കുക. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവിന് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.